ഒരു എക്സ്റ്റൻഷൻ ബോർഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. പുറമെ സ്ലീവുള്ള ഇത്തരം 3 കോർ കേബിൾ നമുക്ക് കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടും. ഇതുപോലെയുള്ള കേബിൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി സുരക്ഷിതമാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബോർഡിൻ്റെ ഉറപ്പും ഭംഗിയും അതൊന്നും അല്ല കാര്യം. ഇതിന് ഉപയോഗിച്ച വയർ അത് കപ്പാസിറ്റി ഉള്ള വയറാണോ, കെ ജി കൂടിയതാണോ എന്നൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് പൈസ അധികം കൊടുക്കണമെന്നേ ഉള്ളൂ. എന്നാലും നല്ല 1.5, 2.5 തുടങ്ങിയ കേബിളുകളൊക്കെ ഉപയോഗിച്ച് ചെയ്ത നല്ല ബോർഡുകൾ കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. വാട്സ് കൂടിയ ഇസ്തിരിപ്പെട്ടി, മിക്സി എന്നുള്ള ഉപകരണങ്ങൾ പോലും ഉപയോഗിക്കാൻ പറ്റുന്ന ഇത്തരം ഒരു ബോർഡ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇലക്ട്രിക് പരമായിട്ട് കൂടുതൽ അറിവില്ലാത്തവർക്ക് പോലും ഇത്തരം ഒരു ബോർഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എങ്കിൽ നമുക്ക് തുടങ്ങാം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് വയറ്, 2 സ്വിച്ച്, 2 സോക്കറ്റ്, ഒരു 3 പിന്ന്, ഇത്തരം സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത്. 2 സോക്കറ്റുള്ളൊരു ചെറിയ ബോർഡാണ് ഉണ്ടാക്കുന്നത്. 3 വയറുകളാണ് ഇതിന് നമുക്ക് വേണ്ടത്. ഒരു പേഴ്സ്, ഒരു ന്യൂട്രൽ. അതിന് ഞാൻ ഉപയോഗിച്ചത് 1.5. പിന്നെ എർത്തിന് വേണ്ടി 1 വയറും. ഇതൊരു ഓപ്പൺ ബോക്സാണ്. ഇത് എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ളതാണ്, അതുകൊണ്ടാണ് ഇതെടുത്തത്. ഇതിൻ്റെ ബാക്ക് ഭാഗം കവറിങ്ങുള്ള മറ്റൊരു സൈസ് ബോക്സ് ഉണ്ട്, അതാണ് വാങ്ങേണ്ടത്. ഇനി നമുക്ക് 2 സോക്കറ്റ് ബോക്സിൻ്റെ 2 ഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്യാം. ഇനി 2 സൈഡിലുള്ള സോക്കറ്റിന് 2 സ്വിച്ചും കൊടുക്കാം. നമ്മുടെ വീട് വയറിങ് ചെയ്യുമ്പോഴും അതിൻ്റെ ലൈന്, അതായത് ഫേസ് വരുന്നത് ബോർഡിലെ സോക്കറ്റിൻ്റെ വലതു ഭാഗത്തായിരിക്കും. നമ്മളിവിടെ ആദ്യം കണക്ട് ചെയ്യുന്നത് ലൈൻ ഫേസാണ്. ഈ സോക്കറ്റിൽ നിന്നും നമ്മൾ കൊടുത്ത വയർ നമ്മൾ സ്വിച്ചിൻ്റെ ഔട്ട് ലൈനിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത സോക്കറ്റും ഇതുപോലെ സോക്കറ്റിൻ്റെ വലതു ഭാഗത്ത് കണക്ട് ചെയ്ത് ഇതൊരു അടുത്ത സ്വിച്ചിലേക്കും കൊടുക്കാം. ഇനി മറ്റൊരു പീസ് വയറെടുത്ത് ഈ സ്വിച്ചിൻ്റെ ഇത് രണ്ടും കൂടി ഒന്ന് ഷോർട്ട് ചെയ്ത് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുന്നതൊക്കെ കൃത്യമായി കാണിക്കുന്നത് കൊണ്ടാണ് വീഡിയോ അല്പം ലെങ്ത് കൂടും. എന്നാലും വേണ്ടില്ല, ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇനി അടുത്തതായി കണക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ന്യൂട്രലാണ്. ഇത് സോക്കറ്റിൻ്റെ വലതുഭാഗത്ത് ഇപ്പോൾ നമ്മൾ പേസ് കണക്ട് ചെയ്തു. ഇനി ഇടതുഭാഗത്ത് സോക്കറ്റിലൊരു ഭാഗത്ത് കണക്ട് ചെയ്ത് അത് മറ്റേ സോക്കറ്റിൻ്റെ ഇടതുഭാഗത്തേക്ക് കൊടുക്കാം, സ്വിച്ചിൽ കൊടുത്തതുപോലെ. ഇത്തരം ചെറിയ ബോർഡുകളൊക്കെ നമുക്ക് സ്വന്തമായി ഉണ്ടാക്കുകയാണെങ്കിൽ 1000 വാട്ട്സൊക്കെ ഉള്ള ഇസ്തിരിപ്പെട്ടി, അതൊക്കെ ധൈര്യമായിട്ട് വർക്ക് ചെയ്യാം. ബോർഡ് വയറ് ചൂടാകുമെന്നോ കത്തിപ്പോകുമെന്നോ എന്നുള്ള ഒരു ടെൻഷനും വേണ്ട. ഇനി കണക്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ സ്വിച്ചിൻ്റെ ഭാഗത്ത് ഷോർട്ടാക്കി കൊടുത്തിരുന്ന ആ വയറിൽ ഒന്ന് അഴിച്ചെടുത്ത് അതിലേക്ക് നമ്മുടെ മെയിൻ ഫേസ് വയർ കൊടുത്ത് വീണ്ടും അതവിടെ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ഇപ്പോൾ പുറമേ നിന്ന് വരുന്ന കോഡ് വയറിലെ ഫേസ് ഈ ബോർഡിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി കണക്ട് ചെയ്യാനുള്ളത് ബോർഡിൻ്റെ ഇടതുഭാഗത്ത് വരുന്ന ന്യൂട്രൽ ലൈനാണ്. നമ്മൾ നേരത്തെ ന്യൂട്രൽ ലൈൻ ഷോർട്ട് ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ ഒരു ഭാഗം അഴിച്ചെടുത്ത് സ്വിച്ചിൽ കണക്ട് ചെയ്ത അതേ രൂപത്തിൽ ഒരു ഭാഗം അഴിച്ചെടുത്ത് പുറമേ നിന്ന് വരുന്ന ന്യൂട്രൽ ലൈന് കൂട്ടിച്ചേർത്ത് അവിടെ തന്നെ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാം. ഇനി കൊടുക്കാനുള്ളത് എർത്ത് ലൈനാണ്, അതായത് സോക്കറ്റിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന കണക്ഷൻ. ഒരു ചെറിയ പീസ് വയറെടുത്ത് നമുക്ക് ഈ സോക്കറ്റിൻ്റെ മുകൾ ഭാഗത്ത് കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പുറമേ നിന്ന് വരുന്ന കോഡ് വയറിലെ എർത്ത് വയറ് രണ്ടും കൂടി ജോയിൻ്റ് ചെയ്ത് ഇപ്പുറത്തുള്ള സോക്കറ്റിൻ്റെ മുകൾ ഭാഗത്ത് കണക്ട് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ ബോർഡിൻ്റെ കണക്ഷനുകളെല്ലാം പൂർത്തിയായി. ഇനി നമുക്ക് ഒരു 3 പിന്നാണ് വേണ്ടത്. ഇനി ഈ 3 പിന്നിൻ്റെ ടോപ്പ് ഒന്ന് അഴിച്ചെടുക്കാം. ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലൊക്കെയുള്ള ബോർഡിലെ സോക്കറ്റിൽ വലത് ഭാഗത്താണ് പേസ് മിക്കവാറും കണക്ട് ചെയ്യാറുള്ളത്. അതുപോലെ നമ്മുടെ ഈ ബോർഡിൽ നിന്ന് വരുന്ന കോഡ് വയർ നമ്മുടെ പിന്നിൻ്റെ വലത് ഭാഗത്ത് തന്നെ കണക്ട് ചെയ്യണം. അടുത്തതായി കണക്ട് ചെയ്യുന്നത് ന്യൂട്രൽ ലൈനാണ്. അത് പിന്നിൻ്റെ ഇടതുഭാഗത്തും കണക്ട് ചെയ്യുക. ഇനി കൊടുക്കാൻ ബാക്കിയുള്ളത് എർത്ത് ലൈനാണ്. എർത്ത് പിന്നിൻ്റെ മുകൾ ഭാഗത്ത് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുക. ഇനി 3 പിന്നിൻ്റെ ടോപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കിയ എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ ജോലി പൂർത്തിയായി. ഇനി നമ്മുടെ കോഡ് വയർ ഒന്ന് ഇൻസുലേഷൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ 3 കോർ കേബിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഇൻസുലേഷൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ബോർഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഇസ്തിരിപ്പെട്ടി ഒന്ന് നമ്മളുണ്ടാക്കിയ എക്സ്റ്റൻഷൻ ബോർഡിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണക്ഷനെല്ലാം ഓക്കെയാണ്. ഏതായാലും ഇതിനെപ്പറ്റി അറിയാത്തവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ വീഡിയോയായി കാണാം.